1970 മുതൽ പെൻസിലും പേനയും ഉപയോഗിച്ച് വരച്ച 100ഓളം ചിത്രങ്ങൾ ഉൾപ്പെട്ട നൊസ്റ്റാൾജിയ പ്രദർശനം മാനാഞ്ചിറ ഗുരുകുലം ആർട്സ് ഗാലറിയിൽ ആരംഭിച്ചു. ചിത്രകാരൻ സനൽ ദീപനാണ് പ്രകാശനം ഒരുക്കിയത്. രാഷ്ട്രീയ നേതാക്കന്മാരും സിനിമാ നടന്മാരും എഴുത്തുകാരും സംഗീതജ്ഞരും ഉൾപ്പെടെയുള്ളവർ സനൽ ദീപിന്റെ ക്യാൻവാസിൽ ജീവസുറ്റു നിൽക്കുന്നു. പ്രേം നസീർ, മധു, ജയൻ, ഷീല, മോഹൻലാൽ, യേശുദാസ്, SK പൊറ്റക്കാട്, AKG എന്ന് വേണ്ട അടുത്ത കാലത്ത് നമ്മെ വിട്ടുപിരിഞ്ഞ VS അച്യുതാനന്ദൻ വരെ ഇതിൽ ഉൾപ്പെടുന്നു. മുതലാണ് സനൽ ദീപ് ചിത്രം വരയ്ക്കാൻ തുടങ്ങിയത്. വരയ്ക്കുന്ന ചിത്രങ്ങളെല്ലാം തന്നെ കാലഘട്ടം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനു പുറമെ ഹാം റേഡിയോ ഓപ്പറേറ്റർ കൂടിയാണ് കോഴിക്കോട് കണ്ണഞ്ചേരി സ്വദേശിയായ സനൽ. 1993 ശബരിമല തീർത്ഥാടകർ കൽപ്പറ്റയിൽ വെച്ച് അപകടത്തിൽപ്പെട്ടപ്പോൾ മരിച്ചവരുടെയും പരിക്കേറ്റവരുടെയും വിവരങ്ങൾ ബന്ധുക്കളെ അറിയിക്കാൻ സനലിന്റെ ഹാം റേഡിയോ സേവനം പ്രയോജനപ്പെടുത്തിയിരുന്നു. വെള്ളപ്പൊക്കം, ഉരുൾപൊട്ടൽ, ചുഴലിക്കാറ്റ് എന്നിവയെല്ലാം ഉണ്ടായപ്പോഴും സനൽ ദീപിന്റെ സഹായമുണ്ടായിരുന്നു. കേരള ഗ്രാമീണ ബാങ്ക് സീനിയർ മാനേജറായി റിട്ടയർ ചെയ്ത സനലിന് നിരവധി പുരസ്കാരങ്ങളും ലഭിച്ചിട്ടുണ്ട്. ഞാൻ ഈ ചിത്രകല 2ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് അന്നൊക്കെ വരയ്ക്കുന്നത് കാറ്, അതുപോലെ ബസ്, പിന്നെ ആന, ഇങ്ങനത്തെ ചിത്രങ്ങളായിരുന്നു. കുറേ ചിത്രങ്ങൾ വരച്ചിരുന്നു. അത് ഏകദേശം ഒരുപാട് ചിത്രങ്ങൾ വരച്ചു. അപ്പോൾ അതിന് ശേഷം പിന്നെ ഒരു 6ാം ക്ലാസ് ആയ സമയത്താണ് ആൾക്കാരൊക്കെ വരയ്ക്കാൻ തുടങ്ങിയത്. 6ാം ക്ലാസ്സിൽ. അപ്പോൾ 6ന് ശേഷം ഞാൻ 6ാം ക്ലാസ്സിൽ ആയതിനു ശേഷം ഞാൻ ചിത്രം വരയ്ക്കുമ്പോൾ അതിൽ ഡേറ്റ് ഇടാൻ തുടങ്ങി, ഇയറെല്ലാം. അപ്പോൾ ഭാവിയിൽ ഈ ഡേറ്റ് ഇട്ട് കഴിഞ്ഞാൽ അത് എന്തെങ്കിലും ഒരു ഉപകാരം ഉണ്ടാവും, ഭാവിയിൽ കാണാമെന്നുള്ള ഉദ്ദേശത്തോടെ അങ്ങനെ ചെയ്തിട്ടുള്ളത്. അതേ ചിത്രങ്ങളും സ്റ്റാർട്ടിങ് ഞാൻ ചെയ്യുന്ന സമയത്ത് തന്നെ ഞാൻ രാമകൃഷ്ണൻ സ്കൂളിലാണ് പഠിച്ചിരുന്നത്. അപ്പം സ്കൂളിൽ പോകുന്ന സമയത്ത് അവിടെ ഒരു ചിത്രകാരുണ്ടായിരുന്നു, പെയിൻറ്റിങ്ങിൻ്റെ, മക്കാട്ട് ആർട്സ്. അപ്പോൾ പോകുന്ന സമയത്ത് അവിടെ എപ്പോഴും ഞാൻ നോക്കിയിരിക്കും ആ ചിത്രം വരയ്ക്കുന്നതും പെയിൻറ്റ് ചെയ്യുന്നതല്ലേ. അപ്പോൾ അവിടെ നിന്നാണ് കൂടുതൽ എനിക്ക് ഒരു എൻകറേജ്മെൻറ്റ് കിട്ടിയിട്ടുള്ളത് പോകുന്ന സമയത്ത്. പിന്നെ അതുപോലെ തന്നെ പല മാഗസിനുകൾ, ഇപ്പോൾ പണ്ട് ഈ മനോരമ ആഴ്ചയിൽ രേഖകൾ എന്നൊരു മാഗസിൻ ഉണ്ട്. രേഖകൾ എന്നൊരു ഇതുണ്ടായിരുന്നു ഒരു പേജിൽ. അതിൽ കുറേ ടോംസിൻ്റെ ഇതുണ്ടായിരുന്നു, ഈ ചിത്രങ്ങൾ, അതായത് കാർട്ടൂൺ ചിത്രങ്ങൾ. അപ്പോൾ അത് കുറേ കാണുകയും പിന്നെ അത് നോക്കിയിട്ട് കുറേ വരയ്ക്കാൻ, അങ്ങനെയാണ് സ്റ്റാർട്ടിങ് ചെയ്തിട്ടുള്ളത്. മാനാഞ്ചിറ വൈക്കം മുഹമ്മദ് ബഷീർ റോഡിലെ ഗുരുകുലം ആർട്ട് ഗാലറിയിലാണ് പ്രദർശനം നടക്കുന്നത്. ACV ന്യൂസ്, കോഴിക്കോട്.